కాంగ్రెస్ వైనాడ్ కొండచర్య బాధితులకు హామీ ఇచ్చిన ఇళ్లను నిర్మించకుండా మోసం చేసిందని సిపిఐ కేరళ కార్యదర్శి ఎంవి గోవిందన్ ఆరోపించారు. ఈ విషయమై మీడియాతో మాట్లాడుతూ వైనాడ్ బాధితులకు తక్షణ నష్టపరిహారం చెల్లించాలని డిమాండ్ చేశారు. ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് നൽകുമെന്ന് പറഞ്ഞ് 1.5 വർഷമായിട്ടും അതിന്റെ ഒരു കല്ല് പോലും ഇടാതെ പറ്റിച്ച ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു എവിടെയാണ് വൈകിയത് എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കാൻ ചില്ലറ തുലിക്കട്ടിയൊന്നും പോരാ. കാരണം പണം ഇവർ പിരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എത്രയാ പിരിച്ചതെന്നുള്ള വിവരമില്ല. എത്ര കോടിയാണ് പിരിച്ചത് എന്നുള്ളതിനെ പറ്റി ഒരു വിവരമില്ല. ഇപ്പോൾ ഡിവൈഎഫ്ഐ പിരിച്ച് അവർ പറഞ്ഞു ഞങ്ങൾ വീട് കൊടുക്കുന്നു. അത് 20 കോടിയാണ് കൊടുക്കുന്നത്. 20 കോടി അവർ പിരിക്കാനല്ല ഇത്. അവർ ഈ പാഴ്വസ്തുക്കൾ ശേഖരിച്ചു, അതുപോലെ തന്നെ അധ്വാനം നിർവഹിച്ചു. അങ്ങനെ അവർ കേരളത്തിൽ നടത്തിയ ഒരു വർക്കിന്റെ ഭാഗമായിട്ടാണ് അവർ 20 കോടി ഉറുപ്പിക കൊടുത്തത്. അപ്പോൾ 20 കോടി ഉറുപ്പിക എന്ന് പറയുന്നത് ഇന്നത്തെ പരിസ്ഥിതിയിൽ കണക്ക് കൂട്ടി നോക്കിയാൽ അവർ ആദ്യം തീരുമാനിച്ച് 25 കോടി കൊടുക്കുന്നതാണ്. അതിനേക്കാൾ എത്രയോ കൂടുതൽ വീട് കൊടുക്കാനുള്ള പണം അവർ ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവര് ഈ കോൺഗ്രസ്സുകാര് ഒരു സംഭാവനയും കൊടുക്കാൻ പാടില്ല, ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു പൈസയും കൊടുക്കാൻ പാടില്ല എന്ന് കോൺഗ്രസ് ജീവനക്കാര് അതിന്റെ ഓർഡർ കത്തിച്ചു. ഞങ്ങൾ നയാ പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അവസാനം അവർ പറഞ്ഞു ഞങ്ങൾ തന്നെ ഫണ്ട് പിരിക്കും. അവർ തന്നെ ഫണ്ട് പിരിച്ചു. ആപ്പടിസ്ഥാനത്തിന് ഫണ്ട് പിരിച്ചു. ഈ ഫണ്ടെല്ലാം പിരിച്ച് ഈ ഫണ്ട് എവിടെയാ പോയെ, എത്രയാ ഫണ്ട് പിരിച്ചത് ഒന്നും ഇന്നേ വരെ ഫണ്ടില്ല. അവിടെ ഞങ്ങൾ സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. 230 വീട് അവിടെ പറഞ്ഞത്. ഒന്ന് രാഹുൽ ഗാന്ധിയുടെ 200 വീട്, കാരണം അവിടെ മുമ്പ് MP ചെയ്യുന്നുണ്ട്.